Cease fire now! Gaza now! And the sea free Palestine! Free, free Palestine! اللهم انصر إخواننا المستضعفين عذاب النار. കണ്ണുനീരിൻ്റെ ഉപ്പുരസം കലർന്ന ആ അത്താഴം വേണ്ട. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഇഫ്താർ വിരുന്നിനുള്ള ക്ഷണം നിരസിച്ചിരിക്കുകയാണ് അമേരിക്കയിലെ മുസ്ലിം നേതാക്കൾ. അല്ലെങ്കിലും 5 ലക്ഷത്തോളം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഗസയിൽ പട്ടിണിയിൽ മാസങ്ങളോളം ജീവിതം തള്ളി നീക്കുമ്പോൾ എങ്ങനെ വൈറ്റ് ഹൗസിലെ അത്താഴമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം രുചിക്കുവാൻ സാധിക്കും? ഇസ്രയേലിൻ്റെ ഗസയിലെ കൺട്രോൾ ഇല്ലാത്ത കളിക്ക് കാരണം ബൈഡന്റെ കഴിവില്ലായ്മയാണെന്ന് ഈ നേതാക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്താഴത്തിന് പകരം ഒരു ആലോചന യോഗമാണ് മുസ്ലിം നേതാക്കൾ ജോ ബൈഡനോട് ആവശ്യപ്പെട്ടത്. അതെ, എങ്ങനെയും ഗസയിലെ നിരപരാധികളുടെ കൂട്ടക്കൊല ഒഴിവാക്കുവാനുള്ള സാധ്യതകൾ തേടിയുള്ള ഒരു യോഗം. Free, free Palestine! Viva, viva Palestinians! Viva, viva Palestinians! Biden, what you say? Biden, Biden, what you say? How many kids have you killed today? I'm here today because of all the children have been dying. Almost 5,000 children. ഒടുവിൽ വൈറ്റ് ഹൗസ് പരിപാടിയിൽ മാറ്റം വരുത്തി. സ്വകാര്യ സംഭാഷണത്തിനായി മുസ്ലിം നേതാക്കൾക്ക് കളമൊരുങ്ങി. യോഗത്തിന് ബൈഡനോടൊപ്പം വൈസ് പ്രസിഡന്റ് കമല ഹാരിസും എത്തിയിരുന്നു. പക്ഷേ പരിപാടിയുടെ തുടക്കത്തിലെ പണി പാളിപ്പോയി. ആദ്യം സംസാരിച്ച ഡോക്ടർ തേർ അഹമ്മദ് തനിക്ക് പറയാനുള്ളത് ബൈഡന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഉടൻ തന്നെ വാക്കൗട്ട് നടത്തിയത് ഒരുപക്ഷെ ബൈഡന്റെ ഭരണകാലത്ത് ആദ്യമായിട്ടായിരിക്കും. യോഗത്തിനെത്തിയ ഒരേ ഒരു പാലസ്തീൻ വംശജനായ അമേരിക്കൻ പൗരനാണ് താനെന്ന് പറഞ്ഞു തുടങ്ങിയ ഡോക്ടർ അഹമ്മദ് ഒരിക്കൽ താൻ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ഗസയിലെ നാസർ ഹോസ്പിറ്റലിൻ്റെ ഇപ്പോഴത്തെ ദുരിതപൂർണമായ സ്ഥിതിവിശേഷങ്ങൾ എണ്ണി പറഞ്ഞു. ആശുപത്രി സേവനം വേണമെങ്കിൽ ജനത്തിന് റഫേലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണിപ്പോൾ. റഫേലാകട്ടെ പലായനം ചെയ്തെത്തിയ 15 ലക്ഷത്തിലധികം ആളുകളെ കൊണ്ട് മുട്ടിയിട്ട് നടക്കുവാൻ സാധിക്കുന്നുമില്ല. വൈറ്റ് ഹൗസിലെ യോഗം ബഹിഷ്കരിച്ച് പോകും മുമ്പ് ഡോക്ടർ അഹമ്മദ് പറഞ്ഞു, ഗസ മുനമ്പിൽ പിടഞ്ഞു വീണ നിരപരാധികളായ എൻ്റെ സമുദായത്തിൻ്റെ വേദനയോടുള്ള ബഹുമാന സൂചകമായി എനിക്ക് എന്നോട് തന്നെ ക്ഷമാപണം നടത്തി പുറത്തേക്ക് പോകേണ്ടി വരികയാണെന്ന്. പക്ഷേ പോകും മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കണം. അതൊരു ഒറ്റ പേജ് കത്തായിരുന്നു. കണ്ണുനീരിൽ കുതിർന്ന ഒരു 8 വയസ്സുകാരിയുടെ അവസാന പ്രതീക്ഷയുടെ കത്ത്. ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ തൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട ഒരു കൊച്ചു പെൺകുട്ടിയുടെ കത്ത്. റഫേൽ ദിക്കും ദിശയും അറിയാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവസാനത്തെ കച്ചിത്തുരുമ്പ് പോലെ എഴുതിയ ഒരു കത്ത്. أمانة يا بايدن تخلص لنا الحرب. أمانة يا بايدن. കത്തിൽ അവൾ വേദനയോടെ എഴുതി, അമാന അമാന യാ ബൈഡൻ, സേവസ് സേവസ് ഓ ബൈഡൻ, ഉത്തരവാദിത്തം കാണിക്കൂ, രക്ഷപ്പെടുത്തൂ മിസ്റ്റർ ബൈഡൻ. കത്ത് വായിച്ച ജോ ബൈഡൻ കണ്ണെടുക്കാതെ പറഞ്ഞു, എനിക്ക് മനസ്സിലാകുന്നു, എല്ലാം മനസ്സിലാകുന്നു. One person who can maybe make a difference and who could put a stop to this, and that's President Biden. ബൈഡന് മനസ്സിലായി കാണുമോ? ഇനിയെങ്കിലും മനസ്സിലായില്ലെങ്കിൽ കാലം മാപ്പ് നൽകില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.